ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനിയാണ് ഖേത്രി. രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഖേത്രി ചെമ്പ് ഖനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനി. ലോകത്ത് ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ ആണ്. ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേശീയ പദ്ധതിയാണ് കോസി പദ്ധതിയും ഖാണ്ടക് പദ്ധതിയും. അപ്പോൾ ഇന്ത്യയും നേപ്പാളും കൂടി ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന വിവിധോദ്ദേശീയ പദ്ധതിയാണ് കോസി പദ്ധതി, ഖാണ്ടക് പദ്ധതി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ടാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ് അണക്കെട്ട്. ഏഷ്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപാദന കേന്ദ്രമാണ് ട്രോംബെ. ട്രോംബെ ആണ് ഏഷ്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപാദന കേന്ദ്രം. പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദീതീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം ചണ വ്യവസായമാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാലയാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല. അപ്പൊ വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാലയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല ചോദിച്ചാൽ അതിന് ഉത്തരം ഭിലായി സ്റ്റീൽ പ്ലാന്റ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഭിലായി സ്റ്റീൽ പ്ലാന്റ് ആണ്. ഈ ഭിലായി റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് വരുന്നത്. ഇന്ത്യൻ നഗരമായ ഭിലായി ഏത് വ്യവസായത്തിന്റെ കേന്ദ്രമാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇരുമ്പുരുക്ക് വ്യവസായം. ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കേല. 1959 ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കേല. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലകളാണ് ഭിലായി, വിശാഖപട്ടണം മുതലായവ. ബ്രിട്ടന്റെ സഹകരണത്തോടു കൂടി നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലയാണ് ദുർഗാപൂർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? ബ്രിട്ടന്റെ സഹായത്തോടു കൂടി നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലയാണ് ദുർഗാപൂർ. ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് ആചാര്യ PC റേ ആണ്. ആചാര്യ PC റേ ആണ് ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൺ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൺ. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ നദി. അപ്പൊ അൽമാട്ടി ഡാം കൃഷ്ണ നദി. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൺ ആണ്. ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് ആചാര്യ PC റേ.